طلاب الأحبة السلام عليكم ورحمة الله مرحبا بكم جميعا إلى صف جديد. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മുവാസാത്തു തിഫില എന്ന ഒരു പദ്യം വായിച്ചു. അതിൻ്റെ ആശയമെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ നമ്മളതിലെ ഒരു പ്രവർത്തനം പഠിച്ചു. അതായത് പദ്യത്തിൻ്റെ ആശയങ്ങൾ പദ്യത്തിൻ്റെ വരിക്കനുസൃതമായി ക്രമത്തിലാക്കാനുള്ള ഒരു പ്രവർത്തനവും നാം വായിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ക്രമത്തിലാക്കി എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ശരി, നമുക്കിന്ന് ആ പദ്യത്തിലെ മറ്റു പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കൂ. നഖറഉ വനഫ്ഹമു. ഇന്ന് നമുക്ക് ആദ്യം അതിൽ വായിക്കാനുള്ളത് കവിയെ സംബന്ധിച്ചാണ്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഷായിറുൻ ലുബ്നാനിയുൻ വഹുവ റസ്സാമുൻ വകാതിബുൻ ഖദീർ ഹുവ മിൻ അഷ്ഹുരി ശുഅറാഇൽ മിഹ്ജർ ولد بلبنان في اليوم السادس من شهر يناير عام 1883 മീലാദിയ ലിവാലിദൈൻ ഖലീൽ ജിബ്രാൻ വ കമീലിയ റഹ്മ. ഉള്ളൂർ നോക്കൂ. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന വ്യക്തി ഷായിറുൻ ലുബ്നാനിയുൻ, ഒരു ലബനാനി കവിയാണ്. ലുബ്നാനി സ്ഥലത്തിൻ്റെ പേരാണ്. ഒരു ലബനാനിയൻ കവിയാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. വഹുവ റസ്സാമുൻ, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ചിത്രകാരനാണ്. വകാതിബുൻ ഖദീർ, കഴിവുള്ള ഒരു എഴുത്തുകാരനുമാണ്. ഹുവ മിൻ അഷ്ഹുരി ശുഅറാഇൽ മിഹ്ജർ, അദ്ദേഹം മിഹ്ജർ കവികളിൽ പ്രശസ്തനായ ഒരു കവിയാണ്. എന്താ മിഹ്ജർ കവികൾ എന്ന് പറഞ്ഞാൽ? അറബിക് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത കവികൾക്കാണ് മിഹ്ജർ കവികൾ എന്ന് പറയുക. അത് നിങ്ങൾ ഇസ്ലാമിക് ഹിസ്റ്ററിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. മിഹ്ജർ കവികൾ അറേബ്യൻ നാടുകളിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത കവികൾക്കാണ് മിഹ്ജർ കവികൾ എന്ന് പറയുക. ഏതായാലും അദ്ദേഹം ഇത്തരം മിഹ്ജർ കവികളിൽപ്പെട്ട ഒരു പ്രസിദ്ധനായ കവിയാണ് അദ്ദേഹം. ഒലിദ ബി ലുബ്നാൻ, അദ്ദേഹം ജനിച്ചത് ലബനാനിലാണ്. അതാണ് ഷായിർ ലുബ്നാനി എന്ന് മേലെ പറഞ്ഞത്. എന്ന് ഫിൽ യോമിസ് സാദിസ് മിൻ ഷഹരി യനായർ ആം 1883 മീലാദിയ, ക്രിസ്തുവർഷം 1883 ജനുവരി 6-ാം തീയതി, ഫിൽ യോമിസ് സാദിസ് 6-ാം തീയതി അദ്ദേഹം ലബനാനിൽ ജനിച്ചു. ലിവാലിദൈനി ഖലീൽ ജിബ്രാൻ വ കമീലിയ റഹ്മ, ഖലീൽ ജിബ്രാനിൻ്റെയും കമീലിയ റഹ്മയുടെയും പുത്രനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾക്ക് അദ്ദേഹം ജനിച്ചു. നോക്കൂ അടുത്ത പാരഗ്രാഫ്. ദറസൽ അദബൽ അറബിയ, അദ്ദേഹം അറബിക് സാഹിത്യം പഠിച്ചു. അദബ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാഹിത്യം. വൽ ഇൻജിലീസി, ഇംഗ്ലീഷ് സാഹിത്യവും പഠിച്ചു. വാത്തഖന ഫീഹിമ, ആ രണ്ട് ഭാഷയിലും അദ്ദേഹം നൈപുണ്യം നേടി. അത്തഖന എന്ന് പറഞ്ഞാൽ അതിൽ അവഗാഹം നേടി അല്ലെങ്കിൽ നൈപുണ്യം നേടി എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഭാഷയിലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വിദഗ്ധമായിട്ട് അത് അദ്ദേഹം പഠിച്ചു. ഇനി വക്കാന ഉളുവൻ ഫിർ റാബിത്തത്തുൽ ഖലമിയ, അദ്ദേഹം റാബിത്തത്തുൽ ഖലമിയ എന്ന് പറയുന്ന സംഘടനയിൽ മെമ്പറായിരുന്നു. പിന്നെ യംതാസു ജിബ്രാൻ ബിഉസ്ലൂബിഹി റൊമാൻസി, ജിബ്രാനിൻ്റെ ശൈലി റൊമാൻറ്റിക് ശൈലി കൊണ്ട് വേർതിരിയുന്നു. യംതാസു എന്ന് പറഞ്ഞാൽ വ്യതിരിക്തമാവുന്നു, വേർതിരിയുന്നു. ജിബ്രാൻ ബി ഉസ്ലൂബിഹി റൊമാൻസി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് ശൈലി കൊണ്ട് അദ്ദേഹം മറ്റു കവികളിൽ നിന്ന് വ്യത്യസ്തനാവുന്നു. ഇനി വലഹു മുഅല്ലഫാത്തുൻ കസീറത്തുൻ, അദ്ദേഹത്തിന് ധാരാളം കൃതികളുണ്ട്. ഫിൽ അറബിയ, അറബിയിൽ. അപ്പോൾ ഇനി പറയാൻ പോകുന്ന അദ്ദേഹം അറബിയിൽ എഴുതിയ ബുക്കുകളുടെ പേരാണ്. മിസ്ല, ഉദാഹരണം അൽ അവാത്തിഫ് വദംഅത്തുൻ വബ്തിസാമ, ഇതൊക്കെ അറബിക്കിലുള്ള അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഇനി മുഅല്ലഫാത്തുഹു ഫിൽ ഇൻജിലീസിയ, അദ്ദേഹത്തിന് ഇംഗ്ലീഷിലും കൃതികളുണ്ട്. അൻ നബി, ഒന്ന് ദി പ്രൊഫറ്റ്, അല്ലേ, പ്രവാചകൻ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അതുപോലെ റംലുൻ വസുബദ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള ബുക്കുകളാണ്.
ഇനി ലാഖ കിതാബുഹു അൻ നബി, അദ്ദേഹത്തിൻ്റെ അൻ നബി എന്ന് പറയുന്ന പുസ്തകം നേടി ഷുഹറത്തൻ വാസിയ, വളരെ പ്രശസ്തി നേടി, വിശാലമായ ഷുഹറത്ത് എന്ന് പറഞ്ഞാൽ പ്രശസ്തി കൈവരിച്ചു, നേടി. വസ്തഹഖൽ മർക്കസ സാലിസ ലികുതുബിൻ അക്സറ മബിയം ഫിൽ ആലം എന്ന് പറഞ്ഞാൽ വേൾഡ് ബെസ്റ്റ് സെല്ലർ എന്ന് കൊടുത്തിട്ടുണ്ട്. ലോകത്ത് കൂടുതൽ വിൽക്കപ്പെട്ട പുസ്തകങ്ങളിൽ 3-ാം സ്ഥാനം അദ്ദേഹത്തിൻ്റെ അൻ നബി എന്ന് പറയുന്ന ഈ പുസ്തകം നേടി. വസ്തഹക്കൽ മർക്കസ് സാലിസ് 3-ാമത്തെ സ്ഥാനം കൈവരിച്ചു. ലി കുത്തുബിൻ അക്സറ മബിയം ഫിൽ ആലം, ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വിൽക്കപ്പെട്ട പുസ്തകങ്ങളിൽ 3-ാം സ്ഥാനം അദ്ദേഹത്തിൻ്റെ അൻ നബി എന്ന് പറയുന്ന ഈ ബുക്ക് കൈവരിച്ചു. തൂഫിയ ഷായർ, ഈ കവി മരണപ്പെട്ടു, വഫാത്തായി. ഫിൽ യോമിൽ ആഷിർ മിൻ ഷഹരി അബ്രീൽ സനത്ത 1931 മീലാദിയ ബി ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ വെച്ച് 1931 ഏപ്രിൽ മാസം 10-ാം തീയതി അദ്ദേഹം വഫാത്തായി, ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാനെ പറ്റി നമുക്ക് വിശദമായി പഠിക്കാനുള്ളത്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പദ്യം എഴുതിയ പദ്യത്തിൻ്റെ പേരും കവിയുടെ പേരും പഠിച്ചു വെക്കുക. അതുപോലെ ഇതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പേര് ഓർത്തു വെക്കുക. അറബിക്കിലും ഇംഗ്ലീഷിലും അദ്ദേഹം എഴുതിയ ഈ കൃതികളുടെ പേരുകൾ പഠിച്ചു വെക്കുക. അതൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കും. ഒരു ബുക്കിൻ്റെ പേര് കൊടുത്തിട്ട് ഇതിൻ്റെ മുഅല്ലിഫ് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ അൽ അവാത്തിഫ്, അതുപോലെ ദംഅത്തുൻ വബത്തിസാമ മൻ മുഅല്ലിഫുഹു, അതുപോലെ അൻ നബിയ് റംലും വസുബദ്. ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ ഈ ഷായറിൻ്റെ പേരും ഓർത്ത് വെക്കുക. നോക്കൂ അടുത്ത ഭാഗം. നഖ്റഉ വ നഫ്ഹമു, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. ഈ കവിയെപ്പറ്റി വായിച്ചതിൽ അവിടെ റെഡ് ഇങ്കിൽ എഴുതിയ ചില വാക്കുകളുണ്ടായിരുന്നു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, അൽ യൗമു സാദിസ് അല്ലേ, 6-ാമത്തെ ദിവസം, 6th ഡേ, 6-ാമത്തെ ദിവസം. ഇതിന് നേരെ കാണും സിത്തത്തു അയ്യാം, 6 ദിവസം. അതിന് താഴെ അൽ യൗമുൽ ആഷിർ അല്ലേ, മരിച്ച ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞു അൽ യൗമുൽ ആഷിർ, 10-ാമത്തെ ദിവസം. അതിന് നേരെ കാണാം അഷറത്തു അയ്യാം, 10 ദിവസം. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ അൽ യൗമു സാദിസ് എന്ന് പറയുമ്പോൾ സാദിസ്, അതുപോലെ തന്നെ താഴെ ആഷിർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ക്രമത്തെ സൂചിപ്പിക്കുന്ന എണ്ണമാണ് അല്ലേ. 6-ാമത്തെ അതുപോലെ 10-ാമത്തെ. എന്നാൽ അതിൻ്റെ നേരെ കൊടുത്ത സിത്തത്ത് അതുപോലെ അഷ്റത്ത് എന്നുള്ളതൊക്കെ എന്താണ്? അത് അടിസ്ഥാനപരമായ എണ്ണമാണ്. 6, 10. അതായത് ഇവിടെ ഫസ്റ്റ് കോളത്തിലുള്ള എണ്ണത്തിന് നമ്മൾ എന്ത് പറയും? അദദു തർത്തീബി എന്ന് പറയും അറബിയിൽ. അദദു തർത്തീബി എന്ന് പറഞ്ഞാൽ ക്രമത്തെ സൂചിപ്പിക്കുന്ന എണ്ണം. എന്നാൽ സിത്തത്ത് അഷ്റത്ത് എന്നുള്ളതൊക്കെ എന്താണ്? അത് അദദുൽ അസുലിയാണ്, അടിസ്ഥാനപരമായ എണ്ണമാണ് അല്ലേ. ഇതുപോലെ എല്ലാ ഭാഷയിലുമുണ്ട് അടിസ്ഥാനപരമായ എണ്ണം. ഇപ്പോൾ ഇംഗ്ലീഷിലാകുമ്പോൾ നമ്മൾ 1, 2, 3, 4 ഇങ്ങനെ എണ്ണിപ്പോവും. ഇതിൻ്റെ അദദു തർത്തീബി എങ്ങനെയാണ് എണ്ണുക? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ പോകും. അതുപോലെ മലയാളത്തിലും അല്ലേ, 1, 2, 3 അതിൻ്റെയൊക്കെ എന്താണ്? 1-ാമത്തേത്, 2-ാമത്തേത്, 3-ാമത്തേത് ഇങ്ങനെയാണല്ലോ എണ്ണുക. അതുപോലെ അറബിയിലും. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ കൊടുത്തൊക്കെ എന്താണ്? ആദ്യത്തെ കോളത്തിൽ കൊടുത്തത് അദദു തർത്തീബിയാണ്. 2-ാമത്തെ പാർട്ടിൽ കൊടുത്തത് എന്താണ്? അദദുൽ അസുലിയാണ്. ഇത് മുമ്പ് ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും, അതൊന്ന് ഓർക്കാൻ വേണ്ടി കൊടുത്താണ് ഇവിടെ അല്ലേ. ഇപ്പോൾ വാഹിദ് എന്നാണ് 1-ന് പറയുക, വാഹിദ്. അതിൻ്റെ അദദുൽ തർത്തീബ് എങ്ങനെ പറയും? അവ്വൽ എന്നാണ് പറയുക. അപ്പോൾ വാഹിദ് അവ്വൽ. 2-ന് ഇസ്നാനി എന്ന് പറയും, അതിൻ്റെ അദദു തർത്തീബ് എങ്ങനെ പറയാം? അസാനി എന്നാണ് പറയുക. സലാസത്ത് സാലിസ്, അർബഅത്ത് റാബിഅ, ഖംസത്ത് ഖാമിസ്, സിത്തത്ത് സാദിസ്, സബഅത്ത് സാബിഅ, പിന്നെ തിസ്അത്ത് താസിഅ, അശറത്ത് ആഷിർ. ഇങ്ങനെ പോവും. എന്ത്? അദദുൽ അസ്ലിയും അദദു തർത്തീബിയും. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നജ്മഉ വ നക്തുബു, കളക്ട് ചെയ്യുക, ശേഖരിക്കുക, എഴുതുക. നോക്കൂ, ലി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ മുഅല്ലഫാത്തുൻ കസീറത്തുൻ ഫിൽ ലുഗത്തൈനിൽ അറബിയ വൽ ഇൻജിലീസിയ. ജിബ്രാൻ ഖലീൽ ജിബ്രാനിന് അറബിക്കിലും ഇംഗ്ലീഷിലും ധാരാളം കൃതികളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നജ്മഉ അസ്മാ മുഅല്ലഫാത്തിഹി, ഈ 2 ഭാഷയിലുമുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പേരുകൾ ശേഖരിക്കുക.
അല്ലേ? നമ്മുടെ പുസ്തകത്തിൽ തന്നെ 4 ബുക്കുകളുടെ പേര് പറഞ്ഞു. അറബിക്കിലുള്ള 2 ബുക്കിൻ്റെ പേര് എന്തൊക്കെയായിരുന്നു? അവാത്തിഫ്, ദംഅത്തും വബത്തിസാമ. ഇനി ഫിലോത്തിൽ ഇഞ്ചിലീസിയ, ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? അൻ നബിയ്, റംലുൻ വസുബദ്. ഇങ്ങനെ 4 പുസ്തകത്തിൻ്റെ പേര് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബുക്കുകളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക? ഇദ്ദേഹത്തെ പറ്റി മറ്റ് പുസ്തകങ്ങൾ വായിച്ച് കണ്ടെത്തി ശേഖരിക്കാനാണ് ആ ആക്ടിവിറ്റി, ആ പ്രവർത്തനം. അത് നിങ്ങളങ്ങനെ ശേഖരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനം വായിക്കാം. നഖറഉൽ മൻലൂമ വ നക്തസിഫു മാ യദുല്ലു അലാ. പദ്യം വായിക്കുക, എന്നിട്ട് താഴെയുള്ളതിൻ്റെ മേൽ അറിയിക്കുന്ന ഭാഗം കണ്ടെത്തുക. എന്ന് പറഞ്ഞാൽ വരി കണ്ടെത്താനാണ്. നഖറഉൽ മൻലൂമ, പദ്യമെടുത്ത് ഒന്നുകൂടി വായിക്കുക, എന്നിട്ട് വ നക്തസിഫു മാ യദുല്ലു അലാ, താഴെ പറയുന്ന ആശയമുള്ള വരി കണ്ടെത്തുക. നോക്കൂ, 1 വക്തിൽ ഖുറൂജ് ഇലൽ മൈദാൻ എന്ന് പറഞ്ഞാൽ ആ മൈതാനത്തിലേക്ക് അവർ പുറപ്പെട്ട സമയം, ആ സമയത്തെ സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ആ മക്കാനുൽ ഖാലി, അല്ലേ? ആ വിജനമായ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം, അവിടേക്ക് അവർ പുറപ്പെട്ട സമയത്തെ സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഏതാണ് പറയൂ? അതെ, ഫസ്റ്റ് ലൈൻ തന്നെയാണ്, 1ാമത്തെ വരി തന്നെയാണ്. അപ്പോൾ കുന്നാ വഖദ് അസിഫൽ മസാ നംസിൽ ഹുവൈനാ ഫിൽ ഖലാ. കണ്ടല്ലോ, ഞങ്ങൾ ആ മൈതാനിലേക്ക്, ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നത് എപ്പോഴാണ്? മസായിലാണ്, അല്ലേ? വൈകുന്നേര സമയത്താണ്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? ആണ് പ്രവർത്തനം. അപ്പോൾ 1ാമത്തതിൻ്റെ വരി ഏതാണ്? ഫസ്റ്റ് ലൈൻ തന്നെ. 2ാമത് നോക്കൂ, വക്തിൽ ഔദത്തി മിനൽ മൈദാൻ. അവർ ഈ വിജനമായ ഈ തുറസ്സായ സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്ന സമയം. നേരത്തെ പറഞ്ഞ് പോയ സമയമാണ്, ഇനി തിരിച്ചു വന്ന സമയം. അതിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ്? 2ാമത്തെ ലൈനാണ്, അല്ലേ? അപ്പോൾ 2ാമത്തെ വരി എഴുതുക. ഹത്താ ഇദാ ഉദ്ന അലാ സൗത്തിൽ മുഅദ്ദിനി ബിൽ ഇശാ. കണ്ടല്ലോ, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് ബാങ്ക് വിളിക്കുന്നവൻ ഇശാ ബാങ്ക് കൊണ്ട് ബാങ്ക് വിളിച്ചിരുന്നു, ആ സമയത്താണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ 2ാമത്തെ ലൈൻ. ഇതുപോലെ ഇനി നിങ്ങൾ കണ്ടെത്താലോ, ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. 3 അൽ മൻളറല്ലദി റഅത്ത് ലൈല ഫിൽ ഖൂഖ്. അങ്ങനെ ആ കുടിലിൽ, ആ ചെറിയ വീട്ടിലേക്ക് ചെന്നപ്പോൾ ലൈല അവിടെ കണ്ട കാഴ്ചകൾ, അതിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ്? അതിന് 2 വരി ഉണ്ടാവും. 8ാമത്തെയും 9ാമത്തെയും വരിയാണ്. 8, 9 അറിയാലോ. ഫറായിത്തു ഉമ്മൻ ബാദിയൻ ഫി വജിഹിഹ അസറുൽ ബുകാ വറായിത്തു ഉൽദൻ സബഅതൻ സുഫറൻ ഇജാഫൻ അഷ്ടിയാ. ഇങ്ങനെ 2 വരി വരും, 8, 9. നെക്സ്റ്റ്, തലത്തുഫി ലൈല ബിൽ ഹിബാത്ത്. ദാനങ്ങൾ നൽകിക്കൊണ്ട് ലൈല അവരോട് ദയ കാണിച്ചത്, ലുത്തുഫ് കാണിച്ചത്, അതിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഏതാണ് വരി? 12ാമത്തെ വരിയാണ് വരിക. ആ വരി ഏതാണെന്ന് നോക്കിയിട്ട് ക്രമ നമ്പർ നോക്കി നിങ്ങൾ എഴുതുക. 12ാമത്തെ ലൈന് വരും. നെക്സ്റ്റ് അവസാനത്തെ ഇതിൽ തഖദീരിൽ വാലിദി അലാ ഫിഅലിൽ ഖൈരി. നന്മ പ്രവർത്തിച്ചതിൽ പിതാവ് അവളെ അഭിനന്ദിച്ചത്, അവളെ പ്രശംസിച്ചല്ലോ, അതിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ്? അതേത് വരിയാണ്? 14ാമത്തെ വരിയാണ്, ലാസ്റ്റ് ലൈനാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ വരികൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. അടുത്ത പ്രവർത്തനം, നുറാജിഉൽ മൻലൂമ വ നുജീബു. പദ്യം അവലോകനം ചെയ്യുക. പദ്യം എടുത്ത് നന്നായിട്ട് വായിച്ച് വ നുജീബു, താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. 1 മത ആദ ഷായിറു വ ബിനത്തുഹു ഇലൽ മസ്കനി. എപ്പോഴാണ് കവിയും തൻ്റെ മകളും വീട്ടിലേക്ക് മടങ്ങിയത്? എപ്പോഴാണ് അവർ തിരിച്ചു വന്നത് എന്ന്? അതിൻ്റെ ആൻസർ എന്താണ്? ഇപ്പം നമ്മൾ 2ാമത്തെ വരി വായിച്ചല്ലോ, ഹത്തായിദ ഉദ്ന അല സൗത്തിൽ മുഅദ്ദിനി ബിൽ ഇഷാ, അല്ലെ? ഇഷാ ബാങ്ക് വിളിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അത് നമ്മൾ വാചകമാക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഫി വഖത്തിൽ ഇഷായി എന്ന് എഴുതിയാൽ മതിയാവും. ഫി വഖത്തിൽ ഇഷായി. ബാക്കി ചോദ്യത്തിലുണ്ട്, മത ആദ ഷായിറു അബിനത്തുഹു ഇലൽ മസ്കനി. എപ്പോഴാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നത്? ഫി വഖത്തിൽ ഇഷായി. ഓക്കെ, 2ാമത്തെ ചോദ്യം, കൈഫ കാനൽ ബൈത്തുല്ലദി സാറ ബിഹി ഷായിറു. കവി സഞ്ചരിച്ച, നടന്ന വീടിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആ വീട് എങ്ങനെയുള്ള വീടായിരുന്നു? അതിൻ്റെ ആൻസർ ബൈത്തുൻ ലഈഫുൻ ഹഖീറുൻ യകാദു അൻ യസ്കുത. അല്ലേ? ആ വീടിനെ പറ്റി പദ്യത്തിൽ പറയുന്നുണ്ട്, അല്ലേ? സിർനാബി ജാനിബി മൻസിലിൻ മുതത്വാമിനിൻ വാഹിൽ ബിനാ. 3ാമത്തെ വരിയാണ്. ആ 3ാമത്തെ വരിയുടെ ആശയം നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയും, അല്ലേ?
കണ്ടോ, അപ്പോൾ മറർഞ്ഞ ബി ബൈത്തുൻ ലൈഫിൻ. അപ്പോൾ മറർഞ്ഞ എന്നുള്ളത് ഒഴിവാക്കിയാൽ മതി. ആ വീടിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ബൈത്തുൻ ലൈഫുൻ ഹഖീറുൻ. അവിടെയൊക്കെ റഫ കൊടുത്ത് എഴുതണം. ബി നമ്മളിവിടെ നിന്ന് ഒഴിവാക്കി എഴുതുമ്പോൾ ബൈത്തുൻ ലൈഫുൻ ഹഖീറുൻ യകാദുവൻ യസ്ഖുത, അങ്ങനെ എഴുതിയാൽ മതി. മൂന്നാമത്തത് കൈഫ വസഫ ഷായിറു അൽ ഔലാദ. കവി എങ്ങനെയാണ് ഈ കുട്ടികളെ ഉപമിച്ചത്? കൈഫ എങ്ങനെയാണ് ആ കുട്ടികളുടെ അവസ്ഥ എങ്ങനെ ഉപമിച്ചത്? അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? അസ്ഫറുൽ ലൗനി നഹീഫുൽ ജിസ്മ്, അല്ലേ? അസ്ഫറുൽ ലൗന് മഞ്ഞ വിളർത്ത നിറമായ കുട്ടികളാണ്. നഹീഫുൽ ജിസ്മ് ശരീരമൊക്കെ എന്താണ്? ശോഷിച്ചു പോയ മെലിഞ്ഞ കുട്ടികളാണ്. ഇതൊക്കെ പദ്യത്തിൻ്റെ ആശയത്തിലുണ്ടാവും, അവിടെ നിന്ന് കണ്ടെത്തി എഴുതാം. എന്താണ് ആൻസർ? അസ്ഫറുൽ ലൗനി നഹീഫുൽ ജിസ്മി. നാലാമത്തെ ചോദ്യം, കം ഷഖ്സുയത്തൻ ഫി ഹാദിൽ കിസ്വത്തി ഷഅരിയ. ഈ കഥയിൽ, ഈ പദ്യരൂപത്തിലുള്ള ഈ കഥയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്, എത്ര ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്? എത്ര വരുന്നത് ഒന്ന് പറയൂ. അതെ, അശ്ര, അല്ലേ? 10 കഥാപാത്രങ്ങളാണ് വരുന്നത്. അശ്ര എന്നാണ് അതിൻ്റെ ആൻസർ. മൻഹും എന്ന് ചോദിച്ചിട്ടില്ല, ആരൊക്കെയെന്ന് എഴുതണ്ട, ഇവിടെ കം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കഥയിൽ എത്ര കഥാപാത്രങ്ങൾ വരുന്നുണ്ട്? അശ്രത്തുൻ, 10 പേര്. എങ്ങനെ നിങ്ങൾക്കറിയാലോ 10 പേര്? ഒന്ന് ഷായർ, ഒന്ന് കവി, പിന്നെ കവിയുടെ മകൾ ലൈല, പിന്നെ ഒരു ഉമ്മ, അല്ലേ? ഒരു ഉമ്മ, പിന്നെ സബഅത്തു ഔലാദ്, 7 കുട്ടികളും. അപ്പോൾ അങ്ങനെ മൊത്തം എത്ര പേര് വരുന്നുണ്ട്? അശ്ര, അല്ലേ? 10 പേര് വരുന്നുണ്ട്. അവരാരൊക്കെയെന്ന് എഴുതേണ്ട ആവശ്യമില്ല, അവിടെ ചോദിച്ചിട്ടില്ല. ശരി, അടുത്ത ആക്ടിവിറ്റി നുനാഖിഷു വനുബരിറു. നമുക്ക് ചർച്ച ചെയ്യാം, എന്നിട്ടത് പ്രകടിപ്പിക്കാം. നോക്കൂ, ഒന്ന് മനി ഷഖ്സിയത്തുല്ലത്തി അജബതക കസീറൻ ലിമ. ഈ കഥയിൽ നിന്നെ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ആരാണ്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, കഥാപാത്രം ആരാണ്? ലിമ, എന്തുകൊണ്ട്? അതിൻ്റെ കാരണവും എഴുതണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മേലെ പറഞ്ഞല്ലോ 10 പേര് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിന്നെ ആകർഷിച്ച ശഖ്സിയത്ത്, കഥാപാത്രം ആരാണ് എന്ന് എഴുതുക. ഉദാഹരണം, ഇപ്പോൾ കവിയുടെ മകളാണ് എങ്കിൽ ടിഫിലത്തു ഷായർ എന്നാദ്യം എഴുതുക, കവിയുടെ മകളാണ്. ഇനി എന്തുകൊണ്ട്? ലിമ എന്നതിൻ്റെ ആൻസർ വേറെ എഴുതണം. എന്തുകൊണ്ടാണ് അവൾ ഇഷ്ടപ്പെടാൻ കാരണം അവൾ ആ പാവപ്പെട്ട കുടുംബത്തെ സഹായിച്ചു. അപ്പം അങ്ങനെ എഴുതണം. അതിൻ്റെ കാരണം എഴുതുമ്പോൾ ലി അന്നഹ, നിശ്ചയം അവൾ എന്തായി? ലി അന്നഹ വഹബത്ത് ലി ഉസ്റത്തിൻ ഫക്കീറ, അല്ലെങ്കിൽ ലി ഹാദിഹിൽ ഉസ്റത്തിൽ ഫക്കീറ, അല്ലേ? ഈ പാവപ്പെട്ട കുടുംബത്തെ അവരെ സഹായിച്ചു, അല്ലെങ്കിൽ അവർക്ക് ദാനം ധർമ്മങ്ങൾ നൽകി, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് എന്ന് എഴുതണം, അതിൻ്റെ കാരണവും എഴുതണം. അടുത്തത് അസ്സത്തുറുല്ലതി ആജബക്ക, നിന്നെ ആകർഷിച്ച വരി ഏതാണ്? ഇതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൈൻ എഴുതാം, ഒരു വരി എഴുതാം. ഈ പദ്യത്തിൽ നിന്ന് നിന്നെ ആകർഷിച്ച ഏറ്റവും നല്ല വരി ഏതാണ്? അപ്പോൾ ഓരോരുത്തർക്കും ആ വരികൾ വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതുക. നോക്കൂ, അടുത്ത പേജിൽ നുഅദ്ദുൽ ഹിവാറ ബൈന ലൈല വ ഉമ്മിൽ അത്ഫാലി. ആ വീട്ടിൽ ചെന്നപ്പോൾ ലൈലയും ആ കുട്ടികളുടെ ഉമ്മയും തമ്മിൽ നടന്ന ഒരു ഹിവാർ തയ്യാറാക്കാനാണ്, ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. നുഅദ്ദുൽ ഹിവാറ, നമുക്ക് സംഭാഷണം തയ്യാറാക്കാം. ബൈന ലൈലയ്ക്കിടയിലും വ ഉമ്മിൽ അത്ഫാലി, ഈ കുട്ടികളുടെ മാതാവിൻ്റെ ഇടയിലും നടന്ന ഒരു സംഭാഷണം നമുക്ക് തയ്യാറാക്കാം. കണ്ടല്ലോ, അവിടെ എഴുതി വെച്ചു ലൈല അല്ലുമ്മ്. ഇങ്ങനെ എഴുതിക്കൊണ്ട് നമ്മളൊരു ഹിവാർ ഉണ്ടാക്കണം. ഈ സന്ദർഭത്തിലുള്ള ഒരു ഹിവാർ ഉണ്ടാക്കണം. അപ്പോൾ ലൈല അവിടെ ചെല്ലുമ്പോൾ തഹയ്യത്തിൽ അസ്സലാം പറയുന്നു. ലൈല അസ്സലാമു അലൈക്കും. അപ്പോൾ അല്ലുമ്മു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പോൾ ലൈല ചോദിക്കുകയാണ്. അവിടെ ലൈല ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ലൈല എന്ത് ചോദിക്കും? നിങ്ങൾ എന്തിനാണ് ഉമ്മ കരയുന്നത് എന്ന് ചോദിക്കും, അല്ലേ? അതെങ്ങനെ അറബിയിൽ എഴുതും? ലിമ തബ്കി യാ ഉമ്മാ. ഇതൊരു ആൻസർ, ഒരു രൂപം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എഴുതാം. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഉമ്മ കരയുമ്പോൾ ലിമ തബ്കി യാ ഉമ്മ, എന്തിനാണ് ഉമ്മ നിങ്ങൾ കരയുന്നത്? അപ്പോൾ ഉമ്മ പറയുമെന്ത്?
നീ എൻ്റെ ആ കുട്ടികളെ നോക്കൂ, ഞങ്ങൾക്ക് കഴിക്കാൻ 3 ദിവസമായിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നൊക്കെ കാരണം പറയും. അതങ്ങനെ അറബിയിൽ എഴുതും. അപ്പം ലിമ തബക്കിയ ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയാണ് ഉൻലുരി. ഇല്ല, ഇവിടെ പെൺകുട്ടിയാണല്ലോ, അപ്പോൾ ഉൻലുർ അതിൻ്റെ മുഅന്നസ് എടുക്കുമ്പോൾ ഉൻലുരി എന്ന് വരും. ഉൻലുരി ഇലാ ഹാദിഹിൽ ലത്തുഫാൽ, നീ ആ കുട്ടികളിലേക്ക് നോക്കൂ. വഹും യബുക്കൂന, അവർ കരയുകയാണ്. വലൈസ ഇൻദന അത്വാം, ഞങ്ങളടുത്ത് ഭക്ഷണമില്ല. അല്ലെങ്കിൽ വലം നൗക്കുൽ അത്വാമ മുന്തു സലാസത്തി അയ്യാം, 3 ദിവസമായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഉമ്മ പറയും. അപ്പോൾ ലൈല പറയാണ്, എന്ത് പറയും? നിങ്ങൾ കരയേണ്ട ഉമ്മ, ലാ തബ്കി യാ ഉമ്മ, നിങ്ങൾ കരയേണ്ട ഉമ്മ. അന ഉസാഇദുക്കി, ഞാൻ നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ വേറെ രൂപത്തിൽ എഴുതുമ്പോൾ എന്താണ്, നിങ്ങളിത് സ്വീകരിക്കൂ. ലൈല അവർക്ക് ഒരു ദാനം അങ്ങോട്ട് നൽകുകയാണ്. അപ്പോൾ പറയണത് ഹുദി മിൻ ഇന്ദി, എൻ്റെ അടുക്കൽ നിന്ന് ഇത് സ്വീകരിക്കൂ. അപ്പോൾ ആ ലുമ്മു അല്ല തുഫാലു വേണമെങ്കിൽ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എഴുതാം. എന്ത്? ജസാക്കില്ലാഹു ഖൈറ, ശുക്രൻ ജസാക്കില്ലാഹു ഖൈറ എന്നൊക്കെ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമായൊരു സംഭാഷണം തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഈ സന്ദർഭത്തിലുള്ള ലൈലയും ഉമ്മയും തമ്മിലുള്ള ഒരു ഹിവാറ് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ തയ്യാറാക്കണം. അതിൻ്റെ ഒരു രൂപം, ഒരു ഏകദേശ മാതൃകയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഹിവാറ് തയ്യാറാക്കുക. ശരി, അടുത്ത പ്രവർത്തനം നോക്കൂ. നഖ്റഉൽ മൻലൂമ വനക്തശിഫു മുത്തറാദിഫാത്തിൽ കലിമാത്തിൽ ആത്തിയ. പദ്യം വായിച്ച് താഴെ പറയുന്ന പദങ്ങളുടെയൊക്കെ മുത്തറാദിഫ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ് പര്യായ പദം, അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദം കണ്ടെത്തുക. അല്ലേ, കഴിഞ്ഞ പദ്യത്തിലും ഇതുപോലെ മുത്തറാദിഫ് എഴുതാൻ ഉള്ള ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, പര്യായ പദം എഴുതാൻ. അപ്പോൾ പദ്യത്തിൽ നിന്ന് ഈ പറയുന്ന വാക്കുകളുടെയൊക്കെ പര്യായ പദം കണ്ടെത്തുക. ഇവിടെ 2 കോളം ഉണ്ടാവും. അൽ കലിമത്ത് അൽ മുത്തറാദിഫ്, അൽ കലിമത്ത് അൽ മുത്തറാദിഫ്, പദം അതിൻ്റെ പര്യായ പദം. നോക്കൂ എന്തൊക്കെയാണ് കലിമത്ത് കൊടുത്തിരിക്കുന്നത്. കറുബ, ലഈഫ്, ലലാമ്, മുവാസാത്ത്, മുൻഖഫിള്, ശക്ക, ഇത്രയും പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ അർത്ഥം കറുബ എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ്, അടുത്തായി. ലഈഫ് എന്ന് പറഞ്ഞാൽ ദുർബലമായ, ശോഷിച്ചു പോയ. ലലാം ഇരുട്ട്. മുവാസാത്ത് സാന്ത്വനം, സമാധാനിപ്പിക്കുക. മുൻഖഫിള് എന്ന് പറഞ്ഞാൽ താഴ്ന്നത് എന്നാണ്, താഴ്ന്നു പോയത്. ശക്ക എന്ന് പറഞ്ഞാൽ സംശയിച്ചു എന്നാണ്. ഇനി ഇതിൻ്റെയൊക്കെ പദങ്ങൾ നിങ്ങൾ കണ്ടെത്താം. അല്ലേ, കറുബ എന്ന് പറഞ്ഞാൽ അസിഫ. ഒന്നാമത്തെ വരി തന്നെ കണ്ടല്ലോ, കുന്നാവഖദ് അസിഫൽ മസാ. അപ്പോൾ കറുബ അസിഫ. ലഈഫിൻ്റെ അർത്ഥം വാഹിൻ എന്നാണ്. അല്ലേ, വാഹിൻ. വാഹിൽ ബിനാഹ് എന്ന് പറയുന്നുണ്ട് പദ്യത്തിൽ. വാഹി അൽ ബിനാഹ് കണ്ടല്ലോ. അപ്പോൾ വാഹി എന്നുള്ളതാണ് എന്ത്? ലഈഫിൻ്റെ മുത്തറാദിഫ്. ഇനി ലലാമിൻ്റെ എന്താണ്? ദുജ എന്നാണ്, ഇരുട്ട്. ലലാം ദുജ, ദുജ ഇരുട്ട്. പിന്നെ എവിടെ വന്നത്? സൂദുൽ മലാബിസി കദ്ദുജ, അല്ലേ, ദുജ. ഇനി മുവാസാത്ത് എന്ന് പറഞ്ഞാൽ അസാ, പദ്യത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. മുവാസാത്തു തിഫില എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു പദം അസാ ആണ്. മുൻഖഫിൽ താഴ്ന്നത് എന്നുള്ളതിൻ്റെ മുത്തത്വാമിൻ, അല്ലേ, മുത്തത്വാമിനിൻ വാഹിൽ ബിനാഹ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം മുത്തത്വാമിൻ. ശക്ക എന്നുള്ളതിൻ്റെ മുത്തറാദിഫ് എന്താണ്? ഇർത്താബ എന്നാണ്. ഇർത്താബ, സംശയിച്ചു. അപ്പോൾ ഈ പദങ്ങളും അതിൻ്റെ മുത്തറാദിഫും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഭംഗിയായി എഴുതി വെക്കുക. അത് ബൈഹാർട്ടാക്കുകയും ചെയ്യുക, കാണാതെ മനഃപ്പാഠമാക്കുക. ഈ പദങ്ങൾ മുത്തറാദിഫ് എഴുതാൻ പരീക്ഷകൾക്ക് ചോദിക്കാം. അപ്പോൾ ഇത് കാണാതെ പഠിക്കുക. ഓക്കെ, അടുത്ത പ്രവർത്തനം. നഖ്റഉൽ മൻലൂമ വനുഹവ്വിലുഹു ഇലാ ഖിസ്വ. നമ്മളീ പഠിച്ച പദ്യം വായിച്ച് അതിനെ ഒരു കഥയിലേക്ക് മാറ്റി എഴുതുക, കഥയിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആ പദ്യം എന്ത് ചെയ്യുക? നേരെ ഒരു കഥയാക്കി മാറ്റി എഴുതാനാണ്. അതിങ്ങനെ എഴുതണം. എങ്ങനെ? ഒരു വൈകുന്നേരത്ത് കവിയും തൻ്റെ മകളും ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ അവർ തിരിച്ചു പോരുമ്പോൾ ഇഷായിൻ്റെ സമയമായി. ഇങ്ങനെ അത് അറബിയിൽ കഥയാക്കി മാറ്റണം. അപ്പോൾ ദാത്ത മസായൻ കാനശായർ വബിനത്തുഹു യസീറാനി ഫി മൈദാനിൻ അല്ലെങ്കിൽ ഫി തൊരീഖിൻ.
അങ്ങനെ വൈന്ദമാ റജ അവർ രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ വൈന്ദമാ റജ അങ്ങനെ എന്ത് ചെയ്യണം, ഇതൊരു കഥയാക്കി മാറ്റി എഴുതാനാണ്. അത് ഒരു അഡീഷണൽ വർക്കായിട്ട് കൊടുത്തതാണ്. നിങ്ങളത് എഴുതാൻ കഴിയുമോ എന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. നുഇദ്ദുൽ വസ്ഫൽ ബയാനി. അടുത്ത പ്രവർത്തനം നുഇദ്ദുൽ വസ്ഫൽ ബയാനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിവരണം, ഒരു വിശേഷണക്കുറിപ്പ് തയ്യാറാക്കാം എന്നാണ്. നുഇദ്ദുൽ വസ്ഫൽ ബയാനി. വസ്ഫന വിശേഷണം, ബയാനന അതിനെ വിശദമാക്കുക. അപ്പോൾ ഒരു വിവരണക്കുറിപ്പ് തയ്യാറാക്കുക താഴെ പറയുന്നതിനെ പറ്റിയിട്ട്. അലിഫ് അഹ്വാലുൽ ഉസ്റത്തിൽ ഫഖീറ. ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ അവസ്ഥ, അതിനെപ്പറ്റി എന്ത് ചെയ്യുക, വിവരിക്കുക. ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ പഠിച്ച പദ്യത്തിൻ്റെ ആശയത്തിലുണ്ടാവും അല്ലേ? അവിടെ ചെന്നപ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പം നമ്മൾ എഴുതിയ മുമ്പ് പറഞ്ഞ ആൻസർ തന്നെ ഉണ്ട് അല്ലേ? ശരീരം മെലിഞ്ഞു പോയ, അതുപോലെ വിളർത്ത് മഞ്ഞ നിറമായ കുട്ടികളായിരുന്നു. അവർക്ക് ഭക്ഷണമുണ്ടായിരുന്നില്ല കഴിക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അഹ്വാലുൽ ഉസ്റത്തിൽ ഫഖീറ, അതൊക്കെ നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ എഴുതുക. ബാ ഹാലുൽ ഖൂഹ്, അവരാ കണ്ട കുടിലിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആ ചെറ്റക്കുടിലിൻ്റെ, ആ ചെറിയ വീടിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അതും എഴുതുക അല്ലേ? ആകെ ശോഷിച്ചു പോയി, അതിൻ്റെ മേൽക്കൂരയൊക്കെ വീഴാൻ അടുത്തായ ഒരു വീടായിരുന്നു എന്നൊക്കെ പദ്യത്തിൻ്റെ ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സ്വന്തം എഴുതാൻ കഴിയും. അടുത്ത പ്രവർത്തനം നുനാഖിഷു വനക്തുബു. നമുക്ക് ചർച്ച ചെയ്യാം, എഴുതാം. ഇതൊക്കെ നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൈഫ അസ്സറൽ മൻലൂമു ഫി ഷുഊരിക. ഈ പദ്യം നിൻ്റെ മനസ്സിൽ, ഷുഊറന നിൻ്റെ ദിഹിൻ, നിൻ്റെ മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? കൈഫ അസ്സറൽ മൻലൂമു, ഈ പദ്യം എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഫി ഷുഊരിക, നിൻ്റെ മനസ്സിൽ, നിൻ്റെ ബുദ്ധിയിൽ. അടുത്തത് കൈഫ തതആമലു ഫിൽ മവാഖിഫി താലിയ. താഴെ പറയുന്ന മവാഖിഫ് എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ, താഴത്ത് ചില സന്ദർഭങ്ങൾ പറയാണ്. ഈ സന്ദർഭങ്ങളിലൊക്കെ നീ എന്ത് ചെയ്യും? നീ എങ്ങനെ പെരുമാറും? നോക്കൂ, ഒരു സന്ദർഭം. വജത്ത ഉസറത്തൻ ഫഖീറ. നീ ഒരു ദരിദ്ര കുടുംബത്തെ എത്തിച്ചു, ഒരു പാവപ്പെട്ട കുടുംബത്തെ നീ എത്തിച്ചു. ത്വാനി ബി ഖല്ലത്തി ത്വാം. അവർക്ക് ഭക്ഷണത്തിൻ്റെ കുറവുണ്ട്, ഭക്ഷണത്തിൻ്റെ കുറവ് അവർ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തെ നീ കണ്ടാൽ അപ്പം നീ എന്ത് ചെയ്യും? ലൈല കണ്ടപ്പോൾ അവരെ വേണ്ട വിധത്തിൽ സഹായിച്ചു. നീയാണ് അങ്ങനെ കണ്ടതെങ്കിൽ നീ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. 2 റായിത്ത ദാരിസൻ. നീ ഒരു വിദ്യാർത്ഥിയെ കണ്ടു. ലാ യംലിക്കു ഷൈഅൻ ലിൽ ഗദാഇ. അവന് ഉച്ചഭക്ഷണമില്ല അല്ലേ? അപ്പോൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഉച്ചഭക്ഷണം ഇല്ലാത്ത ഒരു കുട്ടിയെ നീ കണ്ടു, ലഞ്ച് കഴിക്കാനില്ലാത്ത ഒരു കുട്ടിയെ നീ കണ്ടു. അപ്പോൾ നീ എന്ത് ചെയ്യും? അതുപോലെ 3ാമത്തെ സന്ദർഭം അഹദു അസ്തിഖായിക്ക. നിൻ്റെ ഒരു കൂട്ടുകാരൻ യൽബസു ദായിമൻ. എപ്പോഴും അവൻ ധരിക്കുന്നു അൽ മലാബിസൽ ബാലിയ. പഴകിയ ദ്രവിച്ച വസ്ത്രങ്ങൾ. എപ്പോഴും കീറിപ്പറിഞ്ഞ അല്ലെങ്കിൽ ദ്രവിച്ച പഴയ വസ്ത്രമാണ് ധരിക്കുന്നത് ഒരു കുട്ടി എങ്കിൽ ആ ഒരു കൂട്ടുകാരനെ നീ കാണുമ്പോൾ നീ എന്താ ചെയ്യുക? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് എഴുതേണ്ടത്, ചർച്ച ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ. അടുത്ത പ്രവർത്തനം നുഇദ്ദു മസ്റഹയ്യത്തൻ ഹൗല മദ്മൂനിൽ മൻലൂമി വനുഖദ്ദിമുഹ ഫി ഹഫലിൽ മുൻതദൽ അറബി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വായിച്ച പദ്യത്തെ ഒരു മസ്റഹയ്യത്താക്കി മാറ്റുക. മസ്റഹയ്യത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നാടകം അല്ലേ? നമ്മൾ ഇബ്രാഹിം ബിനു അദ്ഹമിൻ്റെ നാടകം പഠിച്ചു, ഡ്രാമ പഠിച്ചു. അപ്പോൾ ഈ പദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ നേരെ അതൊരു നാടകമാക്കി മാറ്റുക. എന്തിന്? വനുഖദ്ദിമുഹ, അത് അവതരിപ്പിക്കാൻ. ഫി ഹഫലിൽ മുൻതദൽ അറബി, അറബിക് ക്ലബിൻ്റെ മീറ്റിങ്ങിൽ. മുൻതദ എന്ന് പറഞ്ഞാൽ അർത്ഥം അറബിയിൽ ക്ലബ്ബ് എന്നാണ്. അപ്പോൾ അറബിക് ക്ലബിൻ്റെ മീറ്റിങ്ങിൽ, യോഗത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ആശയം നിങ്ങളൊരു നാടകമാക്കി മാറ്റി എഴുതുക. ഇതൊക്കെ അഡീഷണൽ വർക്കുകളാണ്. നിങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. അപ്പോൾ അവിടെ നാടക രൂപത്തിലാണ് എഴുതേണ്ടത്. അതിന് ഭാഗമൊക്കെ കൊടുക്കണം. സീൻ അല്ലേ? അൽ വഹദത്തുൽ ഊല, അൽ ലൗഹത്തുൽ ഊല, അൽ ലൗഹത്തു സാനിയ എന്നൊക്കെ എഴുതി അതിനെ ഭാഗങ്ങളാക്കി മാറ്റി നാടക രൂപത്തിലേക്ക് എഴുതാനാണ്. ശരി, അടുത്ത പേജിലേക്ക് നോക്കൂ. നമ്മളിപ്പോൾ
ഈ പഠിച്ച പദ്യത്തിൽ കവിയുടെ മകൾ ലൈല എന്ന് പറയുന്ന പെൺകുട്ടി അല്ലേ, ഒരു പാവപ്പെട്ട കുടുംബത്തെ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയെ സഹായിച്ചു. ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാൻ പ്രവാചകൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധമായ ചില ഹദീസുകളാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. നോക്കൂ. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അസ്സാഇ അലൽ അർമലത്തി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് ഔ കല്ലദീ യസൂമുൻ നഹാറ വയഖൂമുൽ ലൈല റവാഹുൽ ബുഖാരി. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്, ഖാല നബി പറഞ്ഞു. അപ്പം നബി പറഞ്ഞതായിട്ട് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നോക്കൂ എന്താണ് പ്രവാചകൻ പറഞ്ഞത്. അസ്സാഇ അലൽ അർമലത്തി, അർമലത്ത് എന്നതിൻ്റെ അർത്ഥം വിധവ എന്നാണ്. വിധവ അഥവാ ഭർത്താവ് മരിച്ച സ്ത്രീ, അവൾക്കാണല്ലോ വിധവ എന്ന് പറയാം. അതിൻ്റെ അറബി വാക്കാണ് അർമലത്ത്, വിധവ. അപ്പോൾ അസ്സാഇ അലൽ അർമലത്തി, വിധവയുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവൻ. സായിൻ്റെ അർത്ഥം പരിശ്രമിക്കുന്നവൻ അല്ലെങ്കിൽ അധ്വാനിക്കുന്നവൻ. അതുപോലെ വൽ മിസ്കീനി, പാവപ്പെട്ടവൻ്റെ കാര്യത്തിലും അഗതിയുടെ കാര്യത്തിലും പരിശ്രമിക്കുന്നവൻ. ആരെപ്പോലെയാണ്? കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്. ഔ അല്ലെങ്കിൽ കല്ലദീ യസൂമുൻ നഹാറ, പകൽ നോമ്പ് നോൽക്കുന്നവനെ പോലെയാണ്. വയഖൂമുൽ ലൈല, രാത്രി നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയുമാണ്. അപ്പോൾ എന്താണ് ഹദീസിൻ്റെ ഒന്നിച്ചർത്ഥം? വിധവയുടെയും അഗതിയുടെയും കാര്യത്തിൽ പരിശ്രമിക്കുന്നവർ, അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ ആരെപ്പോലെയാണ്? ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്. അല്ലെങ്കിൽ പകൽ മുഴുവനും നോമ്പ് നോൽക്കുകയും രാത്രി നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അത്രയും വലിയ കൂലി ഇങ്ങനെ ചെയ്യുന്നവർക്കുണ്ട്. ഒന്നുകൂടി ഹദീസിൻ്റെ അർത്ഥം പറയാൻ നോക്കൂ. അസ്സായി, പരിശ്രമിക്കുന്നവൻ അല്ലെങ്കിൽ അധ്വാനിക്കുന്നവൻ, അലൽ അർമലത്തി, വിധവയുടെ കാര്യത്തിൽ, വൽ മിസ്കീനി, അഗതിയുടെയും കാര്യത്തിൽ, പാവപ്പെട്ടവൻ്റെയും കാര്യത്തിൽ പരിശ്രമിക്കുന്നവൻ ആരെപ്പോലെയാണ്? കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്. ഔ അല്ലെങ്കിൽ കല്ലദീ യസൂമുൻ നഹാറ, പകല് നോമ്പ് നോൽക്കുന്നവനെ പോലെയാണ്. വയഖൂമുൽ ലൈല, രാത്രി നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്നവനെ പോലെയാണ്. റവാഹുൽ ബുഖാരി. നോക്കൂ അടുത്ത ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ യദുൽ ഉല്യ, മുകളിലുള്ള കൈ, മീതയുള്ള കൈ, ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമമായ കൈ, മിനൽ യദി സുഫ്ല, എന്തിനേക്കാൾ? താഴെയുള്ള കൈയിനേക്കാൾ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അൽ യദുൽ ഉല്യ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയാണ്. ഒരു സാധനം ദാനം ചെയ്യുന്ന കൈയാണ് പ്രവാചകൻ എന്ത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണം? അൽ യദുൽ ഉല്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കൊടുക്കുന്ന കൈ. യദു സുഫല എന്ന് പറഞ്ഞാലോ വാങ്ങുന്ന കൈ അല്ലേ? എപ്പോഴും ഒരു സാധനം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന കൈയായിരിക്കും മുകളിലുണ്ടാകുക, വാങ്ങണ കൈ എപ്പോഴും താഴെയാണ് ഉണ്ടാവുക. ഇതാണ് ഈ യൂണിറ്റ് നമ്മൾ വായിച്ചപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റിൽ 2 കൈകളുടെ ചിത്രം കൊടുത്തത് ഓർമ്മയുണ്ടാവും. ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ ടെക്സ്റ്റ് പുസ്തകത്തിൽ 2 കൈകളുടെ ചിത്രം കൊടുത്തിരുന്നു അല്ലേ? എന്നിട്ട് അതിൻ്റെ താഴെ ഉണ്ടായിരുന്നു ഖൈറുന്നാസി അൻഫാഹും ലിന്നാസി എന്ന്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ, ഏറ്റവും ഉത്തമമായവർ. അപ്പോൾ യദുൽ ഉല്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്ന കൈയാണ്. യദു സുഫല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാങ്ങുന്ന കൈയാണ്. വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ യദുൽ ഉല്യ, മുകളിലുള്ള കൈ, ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമമായ കൈ, മിനൽ യദി സുഫല, താഴെയുള്ള കൈയിനേക്കാൾ. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വബ്ദ്, നീ ആരംഭിക്കുക, ബിമൻ തഊലു, നീ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരെ കൊണ്ട് തുടങ്ങുക. അപ്പോൾ നിൻ്റെ ആശ്രിതർ, നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കാണ് എന്ത് പറയുക? തഊല് എന്ന് പറയുക അല്ലെ? അയ്യാല് എന്നൊക്കെ പറയും. അപ്പോൾ നീ ചിലവിന് കൊടുക്കൽ നിർബന്ധമായവരെ കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആദ്യം അവർക്കാണ് കൊടുക്കേണ്ടത് അല്ലേ? നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന നിൻ്റെ ഭാര്യ, സന്താനങ്ങൾ, കുട്ടികൾ, അതുപോലെ ഉമ്മ, ബാപ്പ, ഉള്ളവരൊക്കെ എന്താണ്? നീ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയാണ്, ആദ്യം ഇത്തരം ആളുകൾക്കാണ് നീ കൊടുക്കേണ്ടത്, എന്നിട്ടാണ് പുറത്തേക്ക് മറ്റുള്ളവർക്ക് നീ ദാനധർമ്മങ്ങൾ നൽകേണ്ടത്. എന്നിട്ട് പറയുന്നു, വ ഖൈറു സ്വദഖത്തി,
സ്വതക്കയിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്വതക്ക ദാനം അൻ ലഹിരി ഖിന, ഐശ്വര്യത്തോടെ കൊടുക്കുന്ന ദാനമാണ്. ഐശ്വര്യത്തോടെ കൊടുക്കുന്ന ദാനമാണ് എന്ത്? സ്വതക്കയിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്വതക്ക എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നീ കൊടുത്ത് നീ എന്താണ് ഫക്കീറായി പട്ടിണിയാവാൻ പാടില്ല അല്ലേ? നിനക്ക് ഐശ്വര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പാദ്യം കൂട്ടി വെക്കണമെന്നല്ല, നിനക്കും നിൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള അത്യാവശ്യം അതിന സമ്പത്ത് വേണം. അതുള്ളതോടുകൂടി നീ കൊടുക്കുന്ന സ്വതക്കയാണ് എന്ത്? ഏറ്റവും ഹൈറായ സ്വതക്ക. അല്ലാതെ കുടുംബത്തെയും ഒക്കെ പട്ടിണിക്കിട്ടുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വതക്കയിൽ എന്തില്ല? പുണ്യമില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. വ ഖൈറു സ്വതക്കത്തി, സ്വതക്കയിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്വതക്ക ദാനം അൻ ലഹിരി ഖിന, നീ ഐശ്വര്യത്തോടെ കൊടുക്കുന്ന ദാനമാണ്. ഇനി വമൻ യസ്താഫിഫ്, ആരെങ്കിലും അള്ളാഹുവിനോട് റിഫത്തിനെ ചോദിച്ചാൽ അല്ലെങ്കിൽ മാന്യതയെ ചോദിച്ചാൽ യുഅഫിഹില്ല, അള്ളാഹു അവനെ മാന്യനാക്കും. അതായത് യസ്താഫിഫ് എന്ന് പറഞ്ഞാൽ പരാശ്രയം എന്നാണ്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഒരാൾ ചോദിച്ചാൽ അല്ലേ, പടച്ചവനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ കാണിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുതേ എന്ന് ഒരാൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ യുഅഫിഹില്ല, അള്ളാഹു അവനെ എന്ത് ചെയ്യും? അങ്ങനെ അവന് പരാശ്രയത്വം നൽകും. ആ അവസ്ഥ അവനുണ്ടാക്കൂല. ഇനി വമൻ യസ്തഗ്നി, ആരെങ്കിലും അള്ളാഹുവിനോട് ഖിനയെ ചോദിച്ചാൽ, ഐശ്വര്യത്തെ ചോദിച്ചാൽ യുഗ്നിഹില്ല, അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കും, അള്ളാഹു അവനെ ധനികനാക്കി തീർക്കും. മുത്തഫഖുൻ അലൈഹി, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോൾ ഈ ഹദീസിൻ്റെ അർത്ഥം ഒന്നുകൂടി വായിക്കാം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദി സുഫ്ല. വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ ഇതിൻ്റെ അർത്ഥം എഴുതണം. കൊടുക്കുന്ന കൈയാണ്, ദാനം ചെയ്യുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമായത് എന്നാണ് പ്രവാചകൻ ഉദ്ദേശിച്ചത്. വബ്ദ ബിമൻ തഊൽ, അതുകൊണ്ട് നീ ചിലവിന് കൊടുക്കൽ നിർബന്ധമായവരെ കൊണ്ട് തുടങ്ങുക, ആരംഭിക്കുക. വ ഖൈറു സ്വദഖത്തി അൻ ലഹിരി ഖിന, നിനക്ക് ഐശ്വര്യമുള്ളപ്പോൾ നീ ചെയ്യുന്ന സ്വതക്കയാണ് ഏറ്റവും ഉത്തമമായ സ്വതക്ക. ഒമൻ യസ്താഫിഫ് യുഅഫിഹില്ല, ആരെങ്കിലും അള്ളാഹുവിനോട് പരാശ്രയത്വം ചോദിച്ചാൽ അവന് പരാശ്രയം നൽകുന്നതാണ്, ആ അവസ്ഥ അള്ളാഹുവിന് നൽകുന്നതാണ്. ഒമൻ യസ്തഗ്നി യുഗ്നിഹില്ല, ആരെങ്കിലും അള്ളാഹുവിനോട് സമ്പത്തിനെ ചോദിച്ചാൽ, ഐശ്വര്യത്തെ ചോദിച്ചാൽ അള്ളാഹു അവനെ വേണമെങ്കിൽ ഐശ്വര്യവാനാക്കി തീർക്കും. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ദാനധർമ്മങ്ങൾ നൽകണം. പാവപ്പെട്ടവരെ, ഭർത്താവ് മരിച്ച സ്ത്രീകളെ, വിധവകളെ സഹായിക്കണം, അഗതികളെ സഹായിക്കണം, യതീമുകളെ സഹായിക്കണം. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആരൊക്കെയുണ്ടോ എങ്കിൽ അവരെയൊക്കെ നമ്മൾ സഹായിക്കണം. എപ്പോഴും ദാനധർമ്മങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കൊടുക്കുന്ന കയ്യിനാണ് എപ്പോഴും ചോദിക്കുന്ന കയ്യിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്നാണ് ഈ ഹദീസൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ഹദീസിൻ്റെ സാരമൊക്കെ പഠിച്ചു വെക്കണം. ഇതൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യണം. ശരി, ഇതോടുകൂടെ നമ്മുടെ ഈ പദ്യം ഇവിടെ അവസാനിക്കുകയാണ്. മുവാസാത്തു തിഫില എന്നുള്ള പദ്യം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ യൂണിറ്റാണ്, അൽ വഹദത്തു സാലിസ. ആ യൂണിറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. ഇന്ന് ക്ലാസ് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പറഞ്ഞ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതണം. അത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.